ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള വിശ്വാസികളെ, ലോകത്തുള്ള ഒരു അമ്പിയാക്കൾക്കിടയിലോ ഒരു സഹാബത്തിനിടയിലോ ഒരു താബീങ്ങൾക്കിടയിലോ ഒരു താബീങ്ങൾക്കിടയിലോ അതല്ലെങ്കിൽ അതിനുശേഷം വന്ന ഇമാമിങ്ങൾക്കിടയിൽ പോലും ഇല്ലാത്ത ഒരു ചർച്ചയായിരുന്നു ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളത്. അതായത് മുദബ്ബിറുൽ ആലം അത് ആരാണ് എന്നുള്ളത് അവർക്കിടയിൽ ആർക്കും ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ഈ വിഷയത്തിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹു. അല്ലാഹ്. ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹു. എന്ത് സംശയം ഉണ്ടതില്? ഇല്ല. ഈ ലോകം നിയന്ത്രിക്കുന്ന ആരാ? അല്ലാഹു. ലോകം നിയന്ത്രിക്കുന്ന ആരാ? ഉറപ്പല്ലേ? ഒരുപാട് കിതാബ് ഓതി പഠിച്ച നമ്മുടെ മുസ്ലിയാക്കന്മാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ലോകത്തിന്റെ നിയന്ത്രണം അതാണ് തദ്ബീർ. അതാരുടെ കയ്യിലായിരുന്നു? മഹാനായ മടവൂർ ശൈഖുന ഇന്നും അവരുടെ കയ്യിലാണ്. അവരുടെ ഖലീഫമാരിലൂടെ ശൈഖുന ഇന്നും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നിയന്ത്രണം ഔലിയാക്കളുടെ കയ്യിലാണ്. ഞാൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ സിയാം ഒരു ഇങ്ങോട്ട് വന്നു, തങ്ങളെ നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കാം, ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും. ആലം, ഞാൻ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും. ഞാൻ ആലമിനെ നിയന്ത്രിക്കുന്നവനാണ്, അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ. എന്താ പറഞ്ഞ അള്ളാഹു അല്ലാന്ന് അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ? അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ? അള്ളാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല. നോക്കൂ, ഇപ്പോൾ പറഞ്ഞു അവസാനം പറഞ്ഞത് എന്താണ്? അനല്ലാ, ഞാൻ അള്ളയാണെന്ന് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവിടെ പറഞ്ഞു. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി കേട്ടല്ലോ. അന അല്ലാ എന്നും സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്. നോക്കൂ, എവിടത്തേക്കാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്ക് നാം മടങ്ങുക. ലോകം നിയന്ത്രിക്കുന്നതും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹു മാത്രമാണ്. അവനിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.